ഒരുപാട് ചിരിച്ചു. ദിലീപല്ലേ, ചിരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ദിലീപിൻ്റെ പടം എന്ന് പറഞ്ഞാൽ ഇത്തിരി കോമഡിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അത് ഇതിലില്ല. പ്രത്യേകിച്ചിട്ട് ഇങ്ങനെ ഒരു അവസരത്തിൽ ഞാൻ ആറാട്ടണ്ണനെ പോലുള്ളവരെയൊക്കെ ഒന്ന് ഓർക്കുക. അവരുടെ പുറകുവശം എന്താണെന്ന് നമ്മളാരും ചിന്തിക്കുന്നില്ല. അങ്ങനെ ഒരു കാര്യം കൂടി ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഫാമിലി ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും നന്നായിട്ടുണ്ട്. ഫാമിലി സെൻറ്റിമെൻറ്റ് കുഴപ്പമില്ല. പടം നല്ല പടം. ദിലീപിൻ്റെ കോമഡി ആ പഴയ സിനിമ തന്നെ. എന്നാലും കുഴപ്പമില്ല. ഈ പടം കാണാൻ നല്ല ഫാമിലി സെൻറ്റിമെൻറ്റാണ്. കുടുംബമായിട്ട് ഇരുന്ന് കാണാൻ പറ്റിയ പടം. വേറെ അലമ്പൊന്നുമില്ല. കാണാം, കുഴപ്പമില്ല. നല്ല സിനിമ തന്നെ. ഈ പടം ഓടും, കുഴപ്പമില്ല. പടം നല്ല പടം തന്നെ. കൊള്ളാം. എല്ലാവരും നന്നായിട്ട് ഇഷ്ടപ്പെടും. ഫാമിലി ഓഡിയൻസ് എന്തായാലും ഏറ്റെടുക്കുന്ന ഉറപ്പാണ്. കുഴപ്പമില്ല. ഒരു ഫാമിലി എൻ്റർടൈനർ. കൊള്ളാം. ഗുഡ്, നൈസ് കം ബാക്ക്. നന്നായിരുന്നു, ഇഷ്ടപ്പെട്ടു. ഒരുപാട് ചിരിച്ചു. ദിലീപല്ലേ, ചിരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കുറേ ഭാഗങ്ങൾ ചിരിക്കാനുള്ളത്. കുഴപ്പമില്ല. ശരി. കോമഡി ഉണ്ട്. കുറച്ച് ഉർവശിയുടെ പാട്ട് അടിപൊളി. ഉർവശി സൂപ്പർ. കൊള്ളായിരുന്നു, നല്ലായിരുന്നു. നല്ല പ്ലോട്ടായിരുന്നു. വളരെ ബോർ. ഇതുവരെ ദിലീപിൻ്റെ പടങ്ങൾ ഇറങ്ങിയതിൽ വെച്ചിട്ട് ഒരു മോശമായ ഒരു ടീമായിപ്പോയി. കോമഡി ഇല്ല. ഇത് നടക്കാത്ത കാര്യങ്ങളാണ്. ഇത് മറ്റേ ഈ സബ്കരിയറില്ലേ, അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു പടമാണ്. അത് ദിലീപിന് അത് ചേരില്ല. ദിലീപിൻ്റെ പടം എന്ന് പറഞ്ഞാൽ ഇത്തിരി കോമഡിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അത് ഇതിലില്ല. പിന്നെ ബിന്ദു പണിക്കറിന് അമ്മ വേഷം ചെയ്യാനേ കൊള്ളില്ല. ഇവരെയൊക്കെ വെച്ച് പടം എടുക്കേണ്ട ഒരു കാര്യമില്ല. നമ്മളെപ്പോലുള്ള കുറച്ച് ആൾക്കാരുണ്ട് പടം കണ്ട് അവരെ നശിപ്പിക്കുക. നല്ല സിനിമയായിരുന്നു. ദിലീപിൻ്റെ ഓൾ ടൈം ഫാനാണ് നിൽക്കണത്. അവളോട് ചോദിച്ചാൽ അവൾ പറയും. കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട്. കൊള്ളാം. നന്നായിട്ട് എല്ലാവർക്കും കാണാൻ പറ്റിയ ഫിലിമാണ്. കോമഡി ഒരുപാട് നാളായി ദിലീപിൻ്റെ ഇങ്ങനത്തെ ഒരു ഫിലിം കണ്ടിട്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കോമഡി കൊള്ളാം. കൊള്ളാം, നല്ല പടം. തമാശ നന്നായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ട്. ദിലീപിൻ്റെ ഒരു തിരിച്ചുവരവെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ പറയുന്ന പോലെ ഈ സോഷ്യൽ മീഡിയ നിങ്ങൾ അവരെയൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു പടമാണ്. പ്രത്യേകിച്ചിട്ട് ഇങ്ങനെ ഒരു അവസരത്തിൽ ഞാൻ ആറാട്ടണ്ണനെ പോലുള്ളവരെയൊക്കെ ഒന്ന് ഓർക്കുക. അവരുടെ പുറകുവശം എന്താണെന്ന് നമ്മളാരും ചിന്തിക്കുന്നില്ല. അങ്ങനെ ഒരു കാര്യം കൂടി ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. നല്ല പടമായിരുന്നു. ഉണ്ട്. ചിരിപ്പിക്കാൻ കുറേ ഉണ്ട്. ഫസ്റ്റ് ഹാഫിലാണ് പറഞ്ഞത്. അത് സെക്കൻഡ് ഹാഫിൽ പിന്നെ മെസ്സേജും അങ്ങനെയായിട്ട് പോകും. കൊള്ളാം. ഉറപ്പായിട്ടും.